പതുക്കെ പല ചവിട്ടുന്നുണ്ട്. ആളുകൾ വരുന്നതിനെ കുറയ്ക്കാൻ തുടങ്ങി. ഉം. പല ലോ കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ ആളുകൾ പുറത്തു പോകേണ്ടി വരുന്നു. ഉം. അങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ ഇപ്പൊ പുറത്തോട്ട് പോകുന്ന വളരെ കുറവാണ് ഇപ്പം കമ്പയറിംഗ് ടു ലാസ്റ്റ് ഇയർ ഈ ആൻഡ് ലാസ്റ്റ് 2 മെഡിക്കൽ years. ഫീൽഡിലൊക്കെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടല്ലേ? എല്ലാത്തിലും എല്ലാ മെഡിക്കൽ ഫീൽഡ് മാത്രമല്ല എഡ്യൂക്കേഷൻ എല്ലാ ഫീൽഡിലും. എഡ്യൂക്കേഷൻ ഇപ്പൊ പോകുന്ന ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു വരികയാണ്. ഉം. പക്ഷെ ഞാൻ പുറത്തോട്ട് പോകുന്നത് നല്ല കോളേജുകളിൽ പോയാൽ നല്ലതാണ്. അതായത് അവിടുത്തെ കറക്റ്റ് യൂണിവേഴ്സിറ്റികൾ ഐഡന്റിഫൈ ചെയ്തിട്ട് സ്കോളർഷിപ്പോട് കൂടി തന്നെ നമ്മളുടെ ടാലന്റ് മനസ്സിലാക്കി കൊണ്ടുപോയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ അതെന്താണ് ഏറ്റവും ബെസ്റ്റ് ആണ്. അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ട് പുറത്ത്. അത് ഐഡന്റിഫൈ ചെയ്തിട്ട് കറക്റ്റ് സ്ഥലത്ത് പോയി പഠിക്കുക, ആ സ്കില്ലും എന്നുള്ളതാണ്. കൊണ്ട് വേറൊരു സ്ഥലത്ത് പോയി വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെ ആയിരിക്കണം എന്ത് സ്ട്രാറ്റജി. പിന്നെ ഇത് പഠിച്ചിട്ട് നമ്മുടെ നാട്ടിൽ വന്നാൽ IMAയുടെ എക്സാം എഴുതി ക്ലിയർ ചെയ്യണ്ടേ? അത് കുറച്ച് ടഫാണ്. അത് ഭയങ്കര ടഫാണ്. ടഫാണ്. പാസ് പെർസെന്റേജ് കുറവാണ്. കാര്യം ഇത് ഈ പറയുന്ന നീറ്റ് കിട്ടിയിട്ട് ഇവിടുത്തെ കോളേജ് കിട്ടാതെ ഒരാൾ പുറത്തു പോയാൽ അവിടുന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ കുറേ ലോ ഇഷ്യൂസ് ഇപ്പൊ ഉണ്ട്.